ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചക്ക സീസൺ തീരുന്നതിന് മുമ്പ് ചക്കടയായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പം ഇത് സാധാ ഉണ്ടാക്കണ പോലെയല്ല, കുറച്ച് ലൂസാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല കട്ടിയിലൊന്നുമല്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയിട്ട് വരാം. ചക്കടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല വരിക്ക ചക്കയുടെ നല്ല പഴുത്ത ചക്കയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കുരുവും ചവണയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് എടുത്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിയുള്ള ചക്കയും നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബാക്കിയുള്ള ചക്കയും കൂടി ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അരച്ചിട്ട് വരാം. അപ്പോൾ അത് നമ്മുടെ അരച്ച ചക്കയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒരുക്കാം, ശർക്കര. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് മധുരം അനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് കുഴയ്ക്കുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ പാകം ശരിയാകത്തില്ല. ഇത് നമുക്കിനി ഉരുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിന് മെൽറ്റായി വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇന്നിവിടെ കരിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണെങ്കിൽ കരിക്കുമല്ല, ഇന്ന് തേങ്ങയല്ലാത്തൊരു പരുവത്തിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന്ന് ചക്കടേൻ്റെ കൂടെ ഇടാമെന്ന്. അപ്പോൾ അത് നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാവേ. തേങ്ങ ഉള്ളവർ തേങ്ങ ചിരകിയത് എടുത്താൽ മതി കേട്ടോ ഇതിന് പകരം. അപ്പോൾ നേരത്തെ അരച്ച് വെച്ച ചക്കയിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാവേ. ചക്കേനേക്കാട്ടും കുറവായിരിക്കണേ അരിപ്പൊടി, എന്നാലേ ആ ചക്കേൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കത്തുള്ളൂ. നമുക്ക് കുറച്ച് കുറച്ച് ഇട്ട് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇനി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇടുകയാണെ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാവേ. ഞാനും കുറച്ച് ഒഴിക്കുന്നുള്ളൂ, എനിക്ക് അധികം ഇഷ്ടമില്ല. പിന്നെ ഇത് ഏലക്ക പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. ഏലക്കപ്പൊടി ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച തേങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഇതിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആവണോടം വരെ നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കിയതാണ് ഒഴിക്കുന്നത്. ഇത് ഉരുക്കിയിട്ട് അരിപ്പയിൽ അരിച്ചതാണ് കേട്ടോ. ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവേ. ഇനി കടിക്കുമ്പോൾ കുറച്ച് തരി തരിയായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് റവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതാ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഈ രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് ഇങ്ങനെ 1-2 സ്പൂൺ ഇടുക. എന്നിട്ടൊന്ന് പരത്തി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇല വെച്ചിട്ട് ഇങ്ങനെ മടക്കുമ്പം റെഡി ആയിക്കോളും, പരന്നോളും. ഇങ്ങനെ ഒന്നിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എല്ലാ ഭാഗത്തേക്കും എത്തും കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാ ഇലകളും റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഇതാ ഇലയെല്ലാം ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഞാൻ നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആവി വറക്കേണ്ട ചൂടായിട്ടുണ്ട് വെള്ളം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ അങ്ങനെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 3 രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വാഴ ഇലയിൽ, പിന്നെ കുമ്പിളപ്പത്തിൻ്റെ ഇലയിൽ, പിന്നെ അല്ലാണ്ട് ഇഡ്ഡലി തട്ടിൽ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കുമ്പിളപ്പത്തിൻ്റെ ഇലയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്മെല്ലും വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.